ഹലോ പ്രിയ കൂട്ടുകാരെ, രതീഷ് ആലിക്കോടാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ്. ചില പണിയെടുപ്പിക്കുന്ന ആളുകൾക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഞങ്ങൾ പോർച്ചും സിറ്റൗട്ടിൻ്റെ മുകളിലും സൺസൈഡുമാണ് തേക്കുന്നത് കേട്ടോ. അതിലെന്താണെന്ന് വെച്ചാൽ മുകളിൽ മണലൂട്ടിനെന്ന് ചോദിച്ചപ്പോൾ സീറ്റൊക്കെ മുതലാളി കെട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2 ചാക്കളോട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിക്ക് കൂട്ടാൽ ഞങ്ങൾ മുകൾ ഭാഗം തേക്കുമ്പോൾ ഇതിക്കൊരു പശ കൂട്ടിലുണ്ട്. ഞങ്ങൾ പശ കൂട്ടിയത് ഒരു ബക്കറ്റിലേക്കട് പാർന്നിട്ട് അതിൽ കുറേ നിറച്ച് വെള്ളം പാർന്നിട്ട് നല്ല ഇളക്കലാണ്. ഇപ്രാവശ്യം പശ കൂട്ടിയത് അൾട്രാടെക്കിൻ്റെ കമ്പനീൻ്റെ ഒരു സിൽവൻ ഡ്രൈവ് എന്ന ഒരു പശയാണ് കൂട്ടിയിട്ടുള്ളത്. അതിന് ചോർച്ചയും കാര്യങ്ങളൊക്കെ കമ്മിയാവുമെന്നാണ് പറഞ്ഞത്. വിള്ളിച്ച കാര്യങ്ങൾ കമ്മിയാവും, ചോർച്ച ഉണ്ടാവില്ലാണ്. സൺസൈഡും തന്നെ നല്ല ഗ്രൗട്ട് പാർന്നിട്ട് നല്ല കട്ടിയോടെ ഗ്രൗട്ട് പാർന്നിട്ടാണ് തേക്ക്. അതിൽ കൂട്ടിയിട്ടുണ്ട് ആ പശ. മുതലാളി പറഞ്ഞു എല്ലാതും ഉഷാറായിട്ട് എടുത്തോട്ടേന്ന്. ലോകം കട്ടിയിൽ പറഞ്ഞ് നല്ല ചൂടുകൊണ്ട് അടിച്ചിട്ടാണ് കേട്ടോ തേച്ചത്. ഇതുപോലെ തേച്ചിട്ടില്ലെങ്കിൽ വാർപ്പും വന്ന് അടഞ്ഞു പോരും. അതാണ് മനസ്സിലാക്കി. പിന്നെ നല്ല മഴ പെയ്തു. സീറ്റാണെന്ന് ഭയങ്കര ചോർച്ച. സീറ്റ് കെട്ടിയത് ഓട്ടുള്ള സീറ്റായിരുന്നു. സീറ്റ് നോക്കാതെ എടുത്ത് പോകണം. എന്തായാലും ഞങ്ങളത് പണി തീർത്ത് പോകുന്ന രീതിക്ക്. പിന്നെ പോർച്ചിൻ്റെ മുകളിൽ കുറേ ഉച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തിട്ട് ഒരു പച്ച നിറമുള്ളത് കൊഴുപ്പുമാതിരിയുള്ള സാധനം അതൊക്കെ ഒരു കമ്പിച്ചണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മുതലാളിനോട് പറഞ്ഞൊരു കമ്പിച്ചണ്ടി കൊണ്ടുവരാൻ അത് കൊടുത്തിട്ടല്ലേ വരും. എന്നിട്ട് മുതലാളി നിങ്ങൾക്ക് എന്താ മാറ്റിയത് അങ്ങനെ പോയാണ് മുതലാളി നെയ്ച്ചോറും വരട്ടിയ ബീഫോട് കൊടുക്കുന്നത്. ഞങ്ങളെ തീർക്കാൻ പണി ഇരുന്നേ. അപ്പം അങ്ങനെ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പിന്നെ ഇത്തിരി പപ്പടം പൊരിച്ചതും പിന്നെ ഇത്തിരി തൈരും അത് കൂട്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടിലൊക്കെ കൂട്ടിൻ്റെ കുട്ടികളെ മക്കളെ